ഹലോ കൂട്ടുകാരെ. വിഷ്ണുവേട്ടനെ കാണാത്തതിന്റെ ടെൻഷനിൽ അങ്ങനെ ശാലിനി വല്ലാതെ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ശാലിനിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ശിവൻ വന്നെത്തിയിരിക്കുന്നത്. ശിവന്റെ ഹൃദയം യഥാർത്ഥത്തിൽ വിഷ്ണുവിന്റെ ഹൃദയമാണ് എന്നുള്ളത് ആരും ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ശിവന് നടത്തിയ ആ വലിയൊരു മേജർ സർജറിക്ക് പിന്നിൽ ശിവന്റെ ഹാർട്ട് അന്നത്തെ ദിവസം ആന്റണിയും ഒപ്പം ഡേവിസും കൂടി തല്ലിച്ചതച്ച് ശിവനെ മൃതപ്രാണനാക്കി വിട്ട ആ അവസ്ഥയിൽ ശിവനെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയ പോലീസുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ശിവന്റെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ ശിവനെ എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തണമെന്നതായിരുന്നു ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ആ ഹാർട്ടുമായിട്ട് ഇനി ശിവന് മുന്നോട്ട് പോകാനാവില്ല എന്ന ആ കണ്ടെത്തലിന്റെ ഫലമായിട്ടാണ് വിഷ്ണുവിന്റെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. വിഷ്ണു മധുരയിൽ വെച്ചാണ് മരണപ്പെട്ടത്. വിഷ്ണുവിന്റെ ചികിത്സയ്ക്കായി വിഷ്ണു തന്റെ സുഹൃത്തായ രേഷ്മയും കൂട്ടിയാണ് അവിടേക്ക് പോയത്. പക്ഷേ രേഷ്മയോടൊപ്പം വിഷ്ണു അവിടേക്ക് യാത്ര പുറപ്പെട്ടു എന്നുള്ള വിവരം ശാലിനിയിൽ നിന്നും തന്റെ കുടുംബക്കാരിൽ നിന്നുമൊക്കെ പ്രത്യേകം മറച്ചു വെക്കുകയായിരുന്നു വിഷ്ണു. വിഷ്ണുവിന് തന്റെ മരണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാമായിരുന്നത് കൊണ്ട് ഏത് നിമിഷവും താൻ മരണപ്പെട്ടേക്കും എന്ന ആശങ്ക വിഷ്ണുവിനെ അലട്ടിയിരുന്നത് കൊണ്ട് വിഷ്ണു തനിക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്തെങ്കിലും നടത്താൻ കഴിയുമോ എന്ന് അന്വേഷിച്ച് മധുരയിലേക്ക് ഇതിനു മുൻപ് ഒരു വട്ടം പോയിരുന്നു. അന്ന് ശാലിനിയും മറ്റെല്ലാവരും വിഷ്ണുവിനെ കാണാതായതിന്റെ പേരിൽ വല്ലാതെ ആശങ്കാകുലരായിരുന്നപ്പോ താൻ മധുരയ്ക്ക് പോയത് ഒരു പനീർ ശെൽവത്തിന് വേണ്ടി, ഒരു ചക്രപാണിക്ക് വേണ്ടി, അയാളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾക്ക് കുറച്ച് പണം കൊടുക്കാനായിട്ടാണ് താൻ പോയതെന്നതായിരുന്നു വിഷ്ണു അന്ന് എല്ലാവർക്കും മുന്നിൽ നിരത്തിയ ഒരു കാരണം. എന്നാൽ അത് യഥാർത്ഥത്തിൽ സത്യമല്ലായിരുന്നു എന്നുള്ള കാര്യം ശാലിനി പിന്നീട് കണ്ടെത്തുകയാണ്. എങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കെ ശാലിനിയുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായിട്ടാണ് ശിവൻ വന്നെത്തുന്നത്. ശിവന്റെ സർജറിക്കൊക്കെ ശേഷം ശിവൻ ആരോഗ്യവാനായി മാറിക്കഴിയുമ്പോൾ പലപ്പോഴും ശിവന്റെ മനസ്സിൽ വിഷ്ണുവിന്റെ ആ ആത്മാവ്, വിഷ്ണുവിന്റെ ആ ഹൃദയം ശാലിനിക്ക് വേണ്ടിയാണ് തന്റെ ഹൃദയം ഇരിക്കുക എന്ന് മരണത്തിന് മുൻപ് ശാലിനിക്കൊപ്പം ഇരിക്കുന്ന പല നിമിഷങ്ങളിലും വിഷ്ണു ശാലിനിയോടായി മന്ത്രിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം വിഷ്ണു മരണപ്പെട്ടെങ്കിലും വിഷ്ണുവിന്റെ ഹൃദയം അതുപോലെ തന്നെ ചിന്തിക്കുകയാണ്. വിഷ്ണുവിന്റെ ഹൃദയമാണ് ശിവന് വെച്ചിരിക്കുന്നത് എന്ന കാരണത്താൽ ശിവന് പ്രിയപ്പെട്ടവരായിരുന്നവരെ എല്ലാവരെയും ശിവന് വല്ലാത്ത അകൽച്ച തോന്നുകയാണ്. തന്റെ അച്ഛനമ്മമാരോട് മാത്രം ശിവൻ ഇപ്പോഴും സ്നേഹം കാട്ടുന്നുണ്ടെങ്കിലും ശിവന്റെ ഹൃദയത്തിനുള്ളിൽ താൻ പ്രണയിച്ച പെൺകുട്ടിയായ ഡെയ്സിയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം അതോടെ ഇല്ലാതായി. ശാലിനി അരികിലേക്ക് വരുമ്പോഴൊക്കെ ശാലിനിയെ സംരക്ഷിക്കുകയെന്നും അവൾക്കൊരാപത്തും വരരുത് എന്ന വിഷ്ണുവിന്റെ ചിന്താഗതി മാത്രമാണ് ശിവന്റെ മനസ്സിനെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ അച്ഛൻ ശാലിനിയെ ഇല്ലാതാക്കാൻ, കളക്ടറെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ശിവൻ തന്റെ ശാലിനിയുടെ ജീവൻ രക്ഷിക്കാനായി മുന്നിട്ടിറങ്ങിയത്. അങ്ങനെ ഒടുവിൽ മാണിക്കോത്ത് നിന്ന് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട ശിവൻ ഒടുവിൽ സത്യാമ്മയുടെ വീട്ടിലേക്ക് വന്നെത്തിക്കഴിഞ്ഞു. വിഷ്ണുവിലുണ്ടായിരുന്ന പല ചേഷ്ടകളും പല സ്വഭാവങ്ങളും പല പ്രത്യേകതകളും ശിവനിലും കാണപ്പെട്ടതോടെ പലർക്കും തന്റെ വിഷ്ണുവാണോ തന്റെ മുന്നിൽ നിൽക്കുന്നത്, അതോ ശിവനാണോ എന്നൊരു സംശയം ഉളവാകുന്നു. ശിവൻ സത്യാമ്മ എന്ന് വിളിക്കുമ്പോൾ, യാത്ര പറഞ്ഞിറങ്ങുമ്പോഴൊക്കെ സത്യഭാമയുടെ മനസ്സിലേക്ക് ശിവന്റെ സ്ഥാനത്ത് തന്റെ വിഷ്ണുവാണ് നിൽക്കുന്നതെന്നുള്ള തോന്നൽ സത്യാമ്മയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പോലെ ശാലിനി പലപ്പോഴും വിഷ്ണു വന്നിറങ്ങുന്ന പോലെ, വിഷ്ണു തന്റെ അരികിലേക്ക് വരുന്നത് പോലെ ശിവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്ണുവിനോടുള്ള സ്നേഹം ശാലിനി പക്ഷേ ശിവനിലേക്ക് ആ ഒരു സ്നേഹം തോന്നാൻ ശാലിനിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. ശാലിനി ശിവൻ അരികിലേക്ക് വരുമ്പോൾ തന്റെ ശത്രു അടുത്തേക്ക് എത്തുന്നുവെന്നും തന്നെയും തന്റെ കുടുംബത്തെയും കയ്യിലെടുത്ത് വലിയൊരു ആപത്ത് ആ കുടുംബത്തിൽ ഉണ്ടാക്കാനായിട്ട്, പ്രത്യേകിച്ച് തന്റെ വിഷ്ണുവേട്ടന്റെ ജീവൻ എടുക്കുമെന്ന് മുമ്പ് ഒരു വട്ടം ശാലിനിയെ ഭീഷണിപ്പെടുത്തിയതായിരുന്നു ശിവൻ. കളക്ടർ താൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്റെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ജീവൻ എടുത്തിട്ടായിരിക്കും വിഷ്ണുവിന്റെ അല്ലെങ്കിൽ ശാലിനിയുടെ ജീവിതത്തോട് തിരിച്ചടിക്കുക എന്നതായിരുന്നു അന്നൊരു വട്ടം ശിവൻ വെല്ലുവിളി ഉയർത്തിയിരുന്നത്. അതെല്ലാം ഓർത്ത് അക്കാര്യങ്ങളൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നിൽക്കുന്ന ശാലിനിക്ക് തന്റെ വീട്ടിലേക്കുള്ള വരവിൽ ചില സംശയങ്ങൾ തോന്നുന്നു. എന്നാലും ശിവനെ തന്റെ കുടുംബത്തിന്, പ്രത്യേകിച്ച് സത്യഭാമയുടെ ബിസിനസ്സിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിക്കഴിഞ്ഞു. ഏത് പ്രശ്നങ്ങളിലും എവിടെ എത്രയേറെ കൊടികുമ്പന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിലും അവരെയെല്ലാം അടിച്ചു വീഴ്ത്തിയും അവന്മാരെ വെല്ലുവിളിച്ചും അവരെ ഭയപ്പെടുത്തിയും തരാനുള്ള പണം തിരികെ വാങ്ങിച്ചും പലിശപ്പണം തിരികെ വാങ്ങിച്ചുമൊക്കെ ശിവൻ അങ്ങനെ ആ കുടുംബത്തൊരംഗമായി മാറിക്കഴിഞ്ഞു. അപ്പോഴാണ് ശാലിനിയുടെയും ശാരദാമ്മയുടെയും ആവശ്യം കേട്ട് സത്യാമ്മ മക്കളെ രണ്ടുപേരെയും, തന്റെ പേരക്കുട്ടികളെ രണ്ടുപേരെയും ശാലിനിയുടെയും ശാരദാമ്മയുടെയും ഒപ്പം അവരുടെ കുടുംബക്ഷേത്രത്തിലെ ചില പൂജയ്ക്കായിട്ട് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കുന്നത്.
ചില പൂജയ്ക്കായിട്ടാണ് എന്ന് പറഞ്ഞ് കുട്ടികളെ കൊണ്ട് വിഷ്ണുവിന്റെ ആത്മാവിന് ആത്മശാന്തിക്ക് വേണ്ടി അവരെ കൊണ്ട് ബലിയർപ്പിക്കുന്ന ചടങ്ങ് നടത്താനായിരുന്നു ശാരദാമ്മയും ശാലിനിയും മുന്നിട്ടിറങ്ങിയത്. എന്നാൽ ശാലിനിയും ശാരദാമ്മയും അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് കൂട്ടായിട്ട് ശിവനും വന്നോട്ടെ എന്നതായിരുന്നു സത്യാമ്മയുടെ വാദം. അതുകൊണ്ട് തന്നെ സത്യാമ്മ അങ്ങനെ ഒരു തീരുമാനം അറിയിച്ചതോടെ ശിവനെ അവർക്കൊപ്പം പറഞ്ഞയക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെ തന്റെ വിഷ്ണുവേട്ടന്റെ മരണം താൻ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ വിഷ്ണുവേട്ടന് വേണ്ടി ഇങ്ങനെയൊരു ചടങ്ങ് നടത്താൻ ഒട്ടും താല്പര്യമില്ലാതെയായിരുന്നു ശാലിനി മക്കളോടൊപ്പം ആ ജീപ്പിലേക്ക് കയറുന്നത്. എങ്കിലും ശിവൻ എല്ലാവരോടും വളരെ കൂളായി സംസാരിച്ച സന്തോഷത്തോടെ ഒരു ട്രിപ്പ് മോഡിൽ അങ്ങനെ കുട്ടികളെയും കൂട്ടി ശിവൻ അങ്ങോട്ട് പോകുമ്പോൾ ശാരദാമ്മയുടെ മനസ്സിലും വിഷ്ണുവിന്റെ ചില മാനരസങ്ങൾ ശിവനിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞു കിടപ്പുള്ളതായിട്ട് ശാരദാമ്മയ്ക്കും അറിയാതെ തോന്നിപ്പോകുന്നു. അങ്ങനെ ക്ഷേത്രത്തിലേക്ക് അവർ എത്തിച്ചേരുന്നു. ക്ഷേത്രത്തിൽ വന്നിറങ്ങിയതിനു ശേഷം കുട്ടികളെയും കൂട്ടി ശാരദാമ്മ തൊഴാനായി നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ശാലിനി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശിവൻ അവിടെ നിൽക്കുന്നത് കണ്ട് ശാലിനി ചോദിച്ചു, നിങ്ങൾക്കെന്താ ക്ഷേത്രമോ പള്ളിയോ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോ, എന്റെ വിശ്വാസം എന്റെ മനസ്സിലാണെന്നും ഞാനും വരുന്നുണ്ട് ദേവിയോട് ഭഗവാന്മാരോട് നന്ദി അറിയിക്കാനായിട്ട് എന്ന് പറഞ്ഞ് വേഗം തന്നെ ശ്യാമ ശാലിനി അവിടുന്ന് തൊഴുന്ന നേരത്ത് അവിടേക്ക് ശിവനും എത്തുന്നു. ശിവൻ പ്രാർത്ഥനയോടെ കണ്ണുകൾ ഇറുക്കിയടച്ച് അവിടെ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ ശാലിനി ശിവന്റെ ആ പ്രാർത്ഥനയിലേക്ക് തന്നെ ഉറ്റുനോക്കി. അതിനുശേഷം ശിവന്റെ കണ്ണു വെട്ടിക്കുന്ന പ്രവൃത്തികൾ നടത്താൻ ശാരദാമ്മ തയ്യാറെടുത്തു. കുട്ടികളുമായി നേരെ പുഴക്കരയിലേക്ക് പോകുന്ന ശാരദാമ്മ ശിവനോട് പറഞ്ഞു, കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. പൂജാ സാധനങ്ങളുടെ കൂട്ടത്തിൽ വാങ്ങിക്കാനായിട്ട് നേരത്തെ തന്നെ തിരുമേനി ഞങ്ങളെ ഏർപ്പാട് ചെയ്തതായിരുന്നുവെന്നും പക്ഷേ വരുന്ന വഴിക്ക് വാങ്ങിക്കാമെന്നായിരുന്നു ചിന്തിച്ചതെന്നും ഇപ്പോൾ നേരം വളരെ അതിക്രമിച്ചല്ലോ എന്ന് പറഞ്ഞ് എത്രയും പെട്ടെന്ന് തനിക്ക് വേണ്ട ചില ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് അങ്ങനെ ആവശ്യപ്പെടുകയാണ്. എത്രയും വേഗം തന്നെ തനിക്കത് വേണമെന്നും ശാലിനിയോട് ശിവനോട് ശാരദാമ്മ ആവശ്യപ്പെടുന്നു. താഴെ പൂജ നടക്കുന്നിടത്ത് അത്യാവശ്യമായ സാധനങ്ങളാണതെന്ന് പറഞ്ഞതോടെ ശിവൻ വേഗം തന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി. ഈ സമയത്ത് കുട്ടികളെ അവിടെ ഈർന്നോടെ പിടിച്ചിരുത്തുകയാണ് ശാരദാമ്മയും ശാലിനിയും. കുട്ടികളാകെ സംശയപ്പെട്ട് പരസ്പരം നോക്കുകയും എന്തിനാണ് ശാരദാമ്മ ഇങ്ങനെ ഒരു പൂജ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വഴിപാട് എന്ന് സംശയപ്പെട്ട് കുട്ടികൾ ചോദിക്കുമ്പോൾ അച്ഛൻ ഉടനെ തിരിച്ചു വരാനാണെന്നും വിഷ്ണു അച്ഛൻ ഉടനെ തന്നെ മക്കൾക്കരികിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ പൂജ നടത്തുന്നതെന്നുമായിരുന്നു ശാരദാമ്മ പറയുന്നത്. എല്ലാം കേട്ട് കുട്ടികൾ വിശ്വസിച്ച് അങ്ങനെ ആ പൂജ ചെയ്യാൻ തയ്യാറായി. അപ്പോഴാണ് കുട്ടികളെ അടുത്തിരുന്ന് പൂജാരി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ചില സംശയങ്ങൾ കുട്ടികളുടെ മനസ്സിനെ അലട്ടുന്നത്. വിഷ്ണുവച്ചന്റെ കാര്യവും പിതൃപിണ്ഡം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് ആകെ സംശയം അങ്ങ് ഇരട്ടിയായി. കുട്ടികൾ അതിനെക്കുറിച്ച് ഓർത്ത് നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന് കണ്ണുനീർ വാർന്ന ശാലിനി ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ഒട്ടും മനസ്സുകൊണ്ട് ഇതിനോട് അനുകൂലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ശാരദാമ്മയുടെ നിർബന്ധപ്രകാരം വിഷ്ണുവേട്ടന് ഇനി അങ്ങനെ ഒരു സങ്കടം ഉണ്ടാകരുതെന്നത് കൊണ്ട് മാത്രം ശാലിനി മനസ്സില്ലാ മനസ്സോടെ ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിന്നു. അങ്ങനെ കുട്ടികള് വിഷ്ണുവിന് വേണ്ടി വിഷ്ണുവിന്റെ ആത്മാവിന് വേണ്ടി പിണ്ഡം സമർപ്പിക്കുന്ന സമയത്താണ് തിരിച്ച് അവിടേക്ക് ശിവൻ എത്തുന്നത്. ശിവൻ ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുട്ടികൾ വിഷ്ണുവിന്റെ പേരിലുള്ള ആ പൂജയും വഴിപാടും എല്ലാം പൂർത്തിയാക്കി പിണ്ഡം സമർപ്പിക്കുന്ന ആ സമയത്ത് വിഷ്ണുവിന്റെ ആത്മാവിന് വിഷ്ണുവിന്റെ ഹൃദയത്തിന് അതൊരു തിരിച്ചറിവായി മാറുന്നു. ഉടനെ ജീപ്പിൽ നിന്നിറങ്ങിയ ശിവൻ പെട്ടെന്ന് തളർന്ന അവശനായി നേരെ കുട്ടികൾ അവിടെ കർമ്മം ചെയ്യുന്ന സ്ഥലത്തേക്ക് ശിവൻ വന്നു വീഴുന്നു. ഈ കാഴ്ച കണ്ടതോടെ ശാരദാമ്മയും ശാലിനിയും ആകെ വല്ലാത്ത ആശങ്കയോടെ വേഗം തന്നെ ശിവന്റെ അരികിലേക്ക് ഓടിയെത്തി. ശിവനെ ശാരദാമ്മ പിടിച്ചു എഴുന്നേൽപ്പിച്ച് എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല ശാരദാമ്മ, പെട്ടെന്ന് വല്ലാത്തൊരു തളർച്ച തോന്നിയെന്നും എന്തോ എൻ്റെ മനസ്സ് വല്ലാതെ കൈവിട്ടു പോയതുപോലെ മനസ്സിന് വല്ലാത്തൊരു ആശങ്കയും ഒരു അങ്കലാപ്പും എന്താണെന്നറിയില്ല എന്ന് പറഞ്ഞ് തൻ്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നത് പോലെ എന്നൊക്കെ വല്ലാത്ത ആശങ്കയോടെ ശിവൻ അറിയിക്കുന്നു. ശിവന്റെ അപ്പോഴേ തൻ്റെ ഹൃദയത്തിനുണ്ടായ അസ്വസ്ഥതകൾ എന്താണെന്ന് ശിവന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. ഇതെല്ലാം കേട്ട് നിന്ന ശാലിനി ഇനി ഇതൊക്കെ ശിവന്റെ വെറും ഒരു അടവാണോ എന്തായിരിക്കും എന്നറിയില്ല എന്നതുകൊണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക് എവിടേക്കെങ്കിലും പോകണമോ എന്നായിരുന്നു ശാലിനിയുടെ ചോദ്യം. തൽക്കാലം എങ്ങും പോകണ്ട എന്ന് പറഞ്ഞ് ശിവൻ അവിടുന്ന് മാറിയിരിക്കുമ്പോഴേക്കും ശാരദാമ്മയ്ക്കും ശാലിനിക്കും വല്ലാത്ത അങ്കലാപ്പായി. ശിവൻ അവിടെ ഇരിക്കുന്നത് ശരിക്കും വലിയൊരു ചതി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് സത്യം മറച്ചു വെച്ചുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് അത് സത്യാമ്മയോ മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്തും ശിവൻ ഇക്കാര്യം വീട്ടിൽ ചെന്ന് പറയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചുമായിരുന്നു ശാലിനിയുടെ ശാരദാമ്മയുടെ മനസ്സ് ആശങ്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരെന്തോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ശിവൻ അധിക നേരം അവിടെ നിൽക്കാതെ അല്പനേരത്തേക്ക് അവിടുന്ന് മാറാൻ തന്നെ തയ്യാറാകുന്നു. ശിവനെ തനിച്ചു പോകാൻ അനുവദിക്കാൻ ശാരദാമ്മയ്ക്കും മടിയായി. അങ്ങോട്ട് മാറി നിന്നാൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാലോ എന്ന് ചോദിച്ചപ്പോൾ
ശാലിനി ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് ശാരദാമ്മ പറഞ്ഞു, മോളെ നമ്മുടെ കൂടെ കൂട്ടിന് വന്നതല്ലേ ശിവൻ, അതുകൊണ്ട് തൽക്കാലം മോള് കുറച്ചു നേരത്തേക്ക് ശിവന്റെ അടുത്തേക്ക് ഒന്ന് പോയി നിൽക്കുക. മോൾക്ക് എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി മനസ്സിലോടെ തന്നെ അമ്മ പറഞ്ഞതുകൊണ്ടും ശിവൻ അവിടെ നിൽക്കുന്നത്, ശിവന്റെ പ്രസൻസ് അത് ശരിയാവില്ല എന്ന് അറിയാവുന്നത് കൊണ്ടും തൽക്കാലത്തേക്ക് ശിവന്റെ കൂടെ ശാലിനി ആ ജീപ്പിനരികിലേക്ക് പോകാൻ തയ്യാറാകുന്നു.